വാട്ട് ഈസ് സ്കിൻ മാക്സിങ്? സ്കിൻ മാക്സിങ് എന്നുള്ളത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആൻഡ് സ്മൂത്ത് ആക്കി വളരെ നല്ലൊരു ക്ലിയർ സ്കിൻ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ് സ്കിൻ മാക്സിങ് എന്ന് പറയുന്നത്. കറുപ്പും വെളുപ്പും ഇവിടെ ഒരു പ്രശ്നമാകുന്നില്ല, കാരണം നമ്മൾ ഏത് നിറത്തിലാണുള്ളത് എന്നൊരു പ്രശ്നമേ അല്ല. പക്ഷേ സ്കിന്നിൽ ആക്നി, സൺ ടാൻ, ഓപ്പൺ പോൾസ്, ബ്ലമിഷ് മാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഏതൊരു സ്കിൻ കളർ ആണെങ്കിലും അതിനൊരു ഗ്ലോ ഉണ്ടാകും. ആ ഒരു ഗ്ലോ നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡാമേജ് ആയ സ്കിന്നിനെ എങ്ങനെ ഗ്ലോ അപ്പ് ചെയ്ത് നല്ലൊരു ക്ലിയർ സ്കിൻ ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്കിന്ന് ക്ലിയർ ആക്കി മാറ്റണം എന്നുള്ളവർ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അവസാനം നമ്മളൊരു അഡീഷണൽ ടിപ്പും കൂടി പറയുന്നുണ്ട്, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. 5 സിമ്പിൾ മെത്തേഡുകളാണ് സ്കിൻ മാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ക്ലെൻസർ, രണ്ടാമതായിട്ട് ഐസ് പാക്ക്, മൂന്നാമതായിട്ട് സിറം, നാലാമതായിട്ട് ഹൈഡ്രേറ്റിംഗ്, അഞ്ചാമതായിട്ട് വാസലിൻ. ഈ 5 വഴികളിലൂടെയാണ് ക്ലിയർ സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സ്കിൻ കെയറും ഡയറ്റും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ലോ ബഡ്ജറ്റ് സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് വീഡിയോ ചെയ്യാം. ഒന്നാമതായിട്ട് സ്കിൻ മാക്സിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. അതായത് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ക്ലെൻസർ യൂസ് ചെയ്യാം. ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്നി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആക്നി വന്നിട്ട് പോയിട്ടുള്ള ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും. പിന്നിൽ സൺടാൻ ആയിട്ടുണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കും. ക്ലെൻസർ എങ്ങനെ ഉപയോഗിക്കാം, എപ്പോൾ ഉപയോഗിക്കാം, ഏത് ക്ലെൻസർ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ക്ലെൻസർ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ബട്ട് നിങ്ങൾ പുറത്തു പോകുന്ന ടൈം കഴിയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വൈകിട്ട് നിങ്ങൾ സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ, ജോലി കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും കുളിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാകും. കുളിച്ചതിന് ശേഷം ക്ലെൻസർ ഫേസിൽ അപ്ലൈ ചെയ്ത് 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്കിൻ മാക്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഏത് ക്ലെൻസർ യൂസ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം. സെറ്റാപ്പിയിലേതാണ് നല്ല റിവ്യൂസും റിസൾട്ടും ഉള്ളത്, ബട്ട് ഇതിന്റെ വില കുറച്ച് കൂടുതലാണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നല്ലൊരു ക്ലെൻസർ മേടിച്ച് യൂസ് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് എന്നുള്ളത് ഐസ് പാക്ക് ആണ്. ഡെയിലി ഫേസിൽ ഐസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആക്നി വരുന്നത് കുറയ്ക്കാനും ചെറിയ രീതിയിൽ ഒരു ഗ്ലോ ആക്കി എടുക്കാനും സാധിക്കും. ഐസ് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്നുള്ളത് മോർണിംഗ് അല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിച്ചതിന് ശേഷമാണ്. അതുമല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് യൂസ് ചെയ്യാം. വെറും 2 മിനിറ്റ് മാത്രമേ ഐസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഐസ് യൂസ് ചെയ്യുമ്പോൾ തുണിയിൽ കെട്ടി യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഐസ് റോളർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വെറും 100 രൂപ വരുന്നുള്ളൂ. വെള്ളം നിറച്ച് അടച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഐസ് ആയതിനു ശേഷം തുറന്ന് യൂസ് ചെയ്യാവുന്നതാണ്. കയ്യിൽ ഐസ് ആവുകയുമില്ല. പ്രൊഡക്റ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് ഐസ് 2 മിനിറ്റ് ഫേസിൽ യൂസ് ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡ് എന്നുള്ളത് യൂസ് സിറം. നിങ്ങൾ ഒരുപാട് പേര് സിറം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. പലതരം ഫേസ് സിറം അവൈലബിൾ ആണ്. പലതരം സ്കിൻ ടൈപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഡിഫറെന്റ് സിറംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഡൾ സ്കിൻ ആണെങ്കിൽ, അതായത് ഒരു ഗ്ലോ ഇല്ലെങ്കിൽ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുക. ഫേസിൽ ഒരുപാട് ഓപ്പൺ പോൾസും ബ്ലമിഷ് മാർക്കും ഉണ്ടെങ്കിൽ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം. ബെസ്റ്റ് സിറം, അതുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറം പറയാം. അതാണ് ഹെൻസോ കെയറിന്റെ ഫേസ് സിറം. ഇതിൽ 10% നിയാസിനമൈഡും 2% വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിലെ ഒട്ടുമിക്ക പ്രോബ്ലംസും പരിഹരിച്ച് നല്ലൊരു ക്ലിയർ സ്കിൻ തരും. മെയിൻ ആയിട്ട് ഓപ്പൺ പോൾസ് ഉണ്ടെങ്കിൽ അത് മാറും. സിറം യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വർക്ക് ആകില്ല. ഒന്നാമതായിട്ട് സിറം യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ്. കാരണം സിറം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് റെഡിയാകുന്ന ഒരു പ്രോസസ്സിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ വെയിൽ ഒരുപാട് കൊള്ളുകയാണെങ്കിൽ സ്കിന്ന് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുക. സിറം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ 1-2 ഡ്രോപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം മുഴുവനായിട്ടും എത്തിക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുമ്പോൾ ശരിയാകുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ഡ്രോപ്പ് വീതം യൂസ് ചെയ്താൽ മതിയാകും. നാലാമതായിട്ട് സ്കിൻ മാക്സിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഹൈഡ്രേഷൻ ആണ്. അതായത് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കണമെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. വെള്ളം എത്രത്തോളം നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ഹൈഡ്രേഷൻ മസ്റ്റ് ആണ്. എല്ലാവരും 3 ലിറ്റർ വെള്ളം വരെ ഡെയിലി കുടിക്കാനായിട്ട് ശ്രമിക്കുക. അവസാനമായിട്ട് ചെയ്യേണ്ടത് വാസലിൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാസലിൻ വളരെ വിലക്കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് നാൾ നമുക്ക് വാസലിൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വാസലിൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ചെറിയ രീതിയിലുള്ള ഓപ്പൺ പോൾസും ഉണ്ടെങ്കിൽ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഫേസിലൊന്നും യൂസ് ചെയ്യാത്ത സമയത്ത് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യരുത്, കാരണം ഇതിൽ പെർഫ്യൂംഡ് പെട്രോളിയം ഉണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ടും അപ്ലൈ ചെയ്യരുത്. ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തും ഓപ്പൺ പോൾസ് ഉള്ളിടത്തും മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 5 സിമ്പിൾ മെത്തേഡുകളിലൂടെയാണ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആൻഡ് അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഈ മെത്തേഡുകൾ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ സ്കിൻ മാക്സിങ് നടക്കുന്നതാണ്. ഇനി ഒരു അഡീഷണൽ ടിപ്പ് കൂടി പറയാം. ഇതൊരു ഫേസ് പാക്ക് ആണ്. അതായത് ക്ലിയർ സ്കിൻ ആക്കണം എന്നുള്ളവർക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്.